നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലെ. അതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കിയാലോ. ആക്ച്വലി ഡെസിമൽസിന്റെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഡിവിഷൻ ചെയ്യണ്ട, പകരം മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. എങ്ങനെയാന്നുള്ളതല്ലേ. ഇവിടെ നോക്കിയേ, 8.4 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കാണുന്നത്. 8.4 ഡിവൈഡഡ് ബൈ 2 എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ 8.4നെ നമുക്ക് എന്ത് ചെയ്യാം, 84/10 എന്ന് എഴുതാം. അതെങ്ങനെയാ വന്നേ, ഇവിടെ ഡെസിമലിന് ശേഷം ഒരു നമ്പർ ആണുള്ളത്, ഡെസിമലിന് ശേഷം ഒരു നമ്പർ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 10 എന്ന് എഴുതുന്നു, ഒരു 0 10 എന്ന് എഴുതുന്നു. ഇനി ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു, 2. വെറുതെ 2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 2/1 എന്നാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 84/10നെ ഡിവിഷൻ ഇനി നമ്മൾ ചെയ്യുന്നില്ല, പകരം എന്താ ചെയ്യുന്നേ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഡിവിഷന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾ ആരാണോ അയാളെ നമ്മൾ എന്ത് ചെയ്യണം, തല തിരിച്ച് എഴുതണം, റെസിപ്രോക്കൽ എഴുതണം. 1/2 കഴിഞ്ഞു, ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 84 × 1/10 × 2 എന്ന് വരും. 84 ഡിവൈഡഡ് ബൈ 2. ഇവിടെ നോക്കിയേ, ഇവിടെ 84നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, നമുക്ക് എത്ര കിട്ടും, 42/10 എന്ന് വരും. ഇതിന്റെ ഉത്തരം എന്താ, 4.2. ഇത്ര സിമ്പിൾ ആണ് നമ്മളുടെ ഡിവിഷൻ എന്ന് പറയുന്നത്.